ഇതേതാ കാറെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 2005 മോഡൽ ഇന്നോവയാണ്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഞാൻ ഈ ഒരു വണ്ടിയുടെയാണ് കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്തിൽ കയറുമ്പോൾ ആ ഒരു പുള്ളിംഗ് ആയിരുന്നു. സോ ആ ഒരു പുള്ളിംഗ് ഞാൻ പ്രോപ്പർലി കാണിക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്തെങ്കിലും അത് ശരിയായില്ലായിരുന്നു. കാര്യം ഫ്രണ്ടിൽ അങ്കിളും ആൻറ്റി സ്കൂട്ടറിൽ വന്നു. കൂടാതെ തന്നെ റോഡും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ അതിന് ശേഷം ഞാനതങ്ങ് വിട്ടു. സോ ഞാൻ ഓർത്തു അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ലാൻഡ്സ്കേപ്പിൽ വെച്ച് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ജസ്റ്റ് ഒരു വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ചുമ്മാ ജസ്റ്റ് വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഗൈസ് 2005 ആയതുകൊണ്ട് തന്നെ 21 ഇയേഴ്സ് പഴക്കമുള്ള ഒരു കാറാണ് ആൻഡ് സ്റ്റിൽ ഇപ്പോഴും ഓടിക്കുമ്പം യാതൊരു കുഴപ്പമില്ല. കാര്യം വേറൊന്നുമല്ല, ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണി നമ്മൾ വന്നതൊക്കെ പണിഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ റിലേറ്റ് ചെയ്ത പല പ്രശ്നങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ പണിഞ്ഞിറക്കിയിട്ടുണ്ട്. ആൻഡ് ടെസ്റ്റിൻ്റെ ടൈമിൽ പെയിൻറ്റ് അടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഈ വണ്ടി പുറവും അകമൊക്കെ പണിഞ്ഞിറക്കിയിട്ടുണ്ട്. പക്ഷേ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടേടാ, ഇത് വേറെ ഒരു സീനും ഇല്ല. ആൻഡ് അത് മാത്രമല്ല, ടൊയോട്ടയുടെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ എഞ്ചിൻ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സംഭവമൊന്നുമല്ല. എല്ലാവർക്കും അറിയാം, ടൊയോട്ട യൂസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും അറിയാവുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഈ മരുഭൂമിയിലൊക്കെ പോയിട്ട് ലാൻഡ് ക്രൂസറും അതൊക്കെ പോയിട്ട് അങ്ങ് റോൾ ചെയ്യുന്നത്. സോ ജസ്റ്റ് ആ രീതിയിൽ പറഞ്ഞല്ല, നോർമലി എല്ലാം കൂടെ വെച്ച് പറഞ്ഞാണ്. ജപ്പാൻ കൂടെ ആയതുകൊണ്ട് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ക്വാളിറ്റി ഭയങ്കര, അതിൻ്റെ കമ്പോണൻസിനൊക്കെ നല്ല ക്വാളിറ്റി കൊടുത്താണ് അവർ പണിഞ്ഞിറക്കിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ ഈ ടൈപ്പ് 1 ടൈപ്പ് ഇന്നോവയ്ക്കൊന്നും അങ്ങനെ എന്താ പറയുക റേറ്റിംഗ് ഒന്നും ഇല്ല. ഇപ്പോൾ ഇടിച്ചാൽ തീർന്നു ആ ഒരു പരിപാടിയൊക്കെയാണ്. ബിൽഡ് ക്വാളിറ്റി അങ്ങനെ റേറ്റിംഗ് കാര്യങ്ങളൊന്നും വരാത്തൊരു കാറുകളാണ്, അത്രയും പഴക്കമുള്ള വണ്ടികൾ കൂടെ ആയതുകൊണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ നോക്കേണ്ട രീതിയിൽ നോക്കി ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചു പോകണമെങ്കിൽ അത്യാവശ്യം ഈ വണ്ടിക്കാണെങ്കിൽ 11-12 മൈലേജ് കിട്ടുന്നുണ്ട്. സുന്ദരമായിട്ട് 1000 രൂപയൊക്കെ പെട്രോൾ അടിച്ച് ഡീസൽ അടിച്ചാൽ, പെട്രോൾ മൈലേജ് ഇല്ല കേട്ടോ, പെട്രോൾ വെറും ശോകമാണ്. പക്ഷേ ഡീസലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ഡീസലൊക്കെ ഒരു 1000 രൂപയ്ക്കൊക്കെ ഡീസൽ അടിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണയും കൂടെ ഞാൻ 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് കാക്കനാട് പോയി വന്നു. സുഖമായിട്ടൊരു കുഴപ്പമില്ല. പിന്നെ തീരത്താറായപ്പോഴൊരു 500 കൊണ്ട് അടിച്ചതേ ഉള്ളായിരുന്നു. അതുവരെ നല്ല എ സി ഇട്ട് നല്ല കാലം എടുത്ത് പോയി, ഒരു കുഴപ്പമില്ല. അപ്പോൾ മൈലേജ് അത്യാവശ്യം എന്താ പറയുക, നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അധികം പണി വരത്തില്ല. പക്ഷേ തുരുമ്പിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്തായിരുന്നു. ഞങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ, പിന്നെ എഞ്ചിൻ വൈസ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ടോർക്കും കാര്യങ്ങളും ഭയങ്കര രസമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ കാല് കൊടുത്ത് ഇങ്ങനെ കയറുമ്പോൾ ഉള്ള ഒരു റേസ് ആവുന്ന ഒരു സൗണ്ടും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗിയർ ഷേക്കിംഗ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിങ് വണ്ടി ഇങ്ങനെ ഒന്ന് ഇതായി വരുന്ന ഒരു സംഭവം, അതൊക്കെ ഒത്തിരി ആൾക്കാർ വീഡിയോസ് കാണിക്കാറുണ്ട്. സോ ഞാൻ അങ്ങനെയൊന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് തോന്നിയത്. അത്രത്തോളം നമ്മൾ എത്ര ഓടിച്ചാലും മടുക്കത്തും ഇല്ല. നമുക്ക് പിന്നെ ഓടിക്കാൻ തോന്നും. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാല് കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് ലോങ് ഒക്കെ പോകാൻ ഭയങ്കര രസമാണ്. കൂടിയിരിക്കുന്ന ആൾക്കാർക്കും ഭയങ്കര യാത്ര സുഖമാണ്. ഓടിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഒത്തിരി കാറുകൾ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ലോങ് പോകുന്ന ടൈമിൽ കുറച്ചൊക്കെ ഓടിക്കുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നടുവിനും പുറമൊക്കെ. ഈ ഒരു വണ്ടിയിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഓക്കെ, ഇത്രയും പഴക്കമുണ്ട്, ഞങ്ങൾ സീറ്റൊന്നും ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ബട്ട് എന്നാൽ പോലും, സോ അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര രസമാണ് നമുക്ക് ഈ ഒരു ടൊയോട്ടയുടെ വണ്ടികൾ നോർമലി ഓടിക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ. സോ എന്തായാലും വീഡിയോ കഴിഞ്ഞ് അപ്പോൾ ഓക്കെ.